കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ദൈവവചന പഠന പരമ്പരയിൽ സംബന്ധിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ നാം ചെയ്യണം എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഒന്നുകൂടെ വായിക്കുന്നു. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഒന്ന്, ഒരുക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി. ദൈവവചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് അച്ചടക്കമുള്ള, ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. നമ്മൾ വായിക്കുന്നത് അവരെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ്. ശിത്തീം നമുക്ക് നൽകുന്ന 5 പ്രധാനപ്പെട്ട ആത്മീക പാഠങ്ങളുണ്ട്. ആ ആത്മീക പാഠങ്ങളാണ് ഇന്ന് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ശിത്തീം നൽകുന്ന 1-ാമത്തെ ആത്മീക പാഠം, ദൈവഭയമുള്ളവരായി നാം ജീവിക്കണം എന്നുള്ളതാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലിക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ ജനത്തോട് ദൈവം കർക്കശമായി പറഞ്ഞിരുന്ന ഒരു പ്രമാണം അവർ ലംഘിക്കുകയാണ്. അമ്മോന്യരും മോവാബ്യരും ഒരു പ്രത്യേക ജനവിഭാഗമാണ്. അവരുത്ഭവിച്ചത് ലോത്തിൻ്റെ വംശമായിട്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ഉത്ഭവമല്ലാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായ ഒരു താക്കീത് ഇസ്രായേലിന് നൽകിയിരുന്നു. അമ്മോന്യരോ മോവാബ്യരോ അവരുടെ തലമുറകളൊന്നും തന്നെ, 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. എന്നാൽ അത്യപൂർവമായി രൂത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മോവാബ്യ സ്ത്രീയായ രൂത്തിന് യെരുശലേമിൽ എത്തുവാൻ ഭാഗ്യമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ വായിക്കുന്ന, ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. തെറ്റായിട്ടുള്ള ചില ബന്ധത്തിലേക്ക്, തെറ്റായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളിലേക്ക് ഇസ്രായേൽ പോകാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മളതിൻ്റെ 24 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേലിൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നാഗ്രഹിച്ചു. അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ നടന്നിരുന്ന ബിലെയാം എന്ന് പറയുന്ന പ്രവാചകനെ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന് കൂലി കൊടുത്ത് ഇവർക്കെതിരെ, ഇവരെ ശപിക്കാനായിട്ട് അദ്ദേഹം വിളിക്കുകയാണ്. അയാളുടെ ഒരു തെറ്റായ ധാരണയാണ്. അയാൾ പറഞ്ഞാൽ, ഈ പ്രവാചകൻ പറഞ്ഞാൽ ശാപം ചൊരിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ ശാപം ഇസ്രായേലിൻ്റെ മേൽ വരുമെന്നൊക്കെയാണ് അന്ന് ഈ ബാലാക്ക് വിചാരിച്ചത്. എന്നാൽ ബിലെയാം തൻ്റെ പ്രവചനം തുടങ്ങി. ശപിക്കാനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ മനുഷ്യൻ അനുഗ്രഹത്തിൻ്റെ പ്രവചനമാണ് നടത്തുന്നത്. അങ്ങനെ ഇദ്ദേഹം മടുത്ത ഒടുവിൽ അയാളോട് പറയുന്നൊരു വാക്കുണ്ട്, 24-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം.
ഇപ്പോൾ നിൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക, നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലെയാം ബാലാക്കിനോട് പറഞ്ഞത്, ബാലാക്ക് തൻ്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കാനായിട്ട് ഒരു നിയോഗം ബിലെയാമിന് ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നും വളരെ സത്യസന്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹം ശപിക്കാനായിട്ടാണ് എഴുന്നേറ്റ് നിന്നത്, പക്ഷേ വായിന്ന് വന്നത് അനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം സത്യസന്ധത പുലർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്രായേൽ ഈ നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണ്? ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കീഴ്വഴക്കത്തിലേക്ക് അവർ പോയതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം എന്ന് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടുകളല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ബാലാക്കിന് ചില ഉപദേശങ്ങൾ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങളുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്ന് പറയുമ്പോഴും കിട്ടേണ്ടതെല്ലാം കിട്ടി, മേടിക്കേണ്ടതെല്ലാം മേടിച്ച് തന്നെയാണ് ഈ ബിലെയാം പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നത് കൂലി കൊതിച്ച ബിലെയാമിൻ്റെ വഞ്ചന. അപ്പോൾ കൂലി കൊതിച്ച് ദൈവജനത്തെ നശിപ്പിക്കുവാൻ ഒരു തെറ്റായ ഉപദേശം ബാലാക്കിന് കൊടുത്തിട്ടാണ് ബിലെയാം യാത്ര പറഞ്ഞത് എന്ന് കാണുവാൻ സാധിക്കും. 25-ാം അധ്യായത്തിൽ ആ തെറ്റായ ആശയ ഉപദേശം നടപ്പാക്കുകയാണ്. അതെങ്ങനെയാണ് ഇസ്രായേൽ പുരുഷന്മാരെ ഈ മോവാബ്യ സ്ത്രീകൾ വീഴിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു പക്ഷേ പ്രത്യേകമായി ചില കാര്യങ്ങളായിരിക്കാം, അതിവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ നിർവാഹമില്ല. എന്നാൽ അവിടെ സംഭവിച്ചത്, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോറിനോട് ചേർന്ന്. എത്ര ഭയങ്കരമായൊരു കാര്യമാണ്! കേവലം ചില സ്ത്രീകളെ അവരുടെ ഭാര്യമാരായി എടുത്തെന്നോ അവരുമായി തെറ്റായ ബന്ധം തുടങ്ങിയെന്നു മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്ത് അവരുടെ ബലികൾക്ക് വിളിച്ചു, അവരുടെ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചു, അവരുടെ ദേവന്മാരെ നമസ്കരിച്ചു. എത്ര ഭയങ്കരമായ ഒരു 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 അവസ്ഥയാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ട, ജീവനുള്ള ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന ഇവർക്ക് ഇങ്ങനൊരു കൊലച്ചതി പറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ബാൽ പെയോറിനോട് ചേർന്നു, യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ മേൽ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിൻ്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയുക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ ആളുകളിൽ ബാൽ പെയോറിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രായേലിൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിഥ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ നിലവിളിക്കുകയാണ്. കാരണം അവരുടെ ജനത്തിൻ്റെ തലവന്മാരെ മുഴുവൻ തൂക്കിക്കൊല്ലുവാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുക. ഈ ബാധ കൊണ്ട് തന്നെ, ഇസ്രായേലിൻ്റെ മേൽ സംഭവിച്ച ബാധ കൊണ്ട് തന്നെ യഹോവയുടെ കോപം ജ്വലിച്ചതിൻ്റെ ഫലമായി 20,000 പേര് അവരുടെ കൂടെ മരണപ്പെട്ട് കഴിഞ്ഞു. ബാക്കി ആളുകളും കൂടെ മരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഉഗ്രകോപം ചൊരിഞ്ഞു. ദൈവവചനത്തിന് വിരുദ്ധമായി ഇസ്രായേൽ മക്കൾ ജീവിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ഉഗ്രകോപം അവരുടെ മേൽ ചൊരിയുകയാണ്. എന്നാൽ അവിടെ നടന്ന ഒരു അത്ഭുതകരമായ കാര്യം, ഒരു ഇസ്രായേലിൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിഥ്യാന്യ സ്ത്രീയെ കൊണ്ട്, മോവാബ്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ ഒരു മിഥ്യാന്യ സ്ത്രീയെ കൊണ്ട് ഇസ്രായേലും കടന്നു വന്നു. ആരാണ് ഇസ്രായേലിയൻ? 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സിമ്രി എന്നു പേരുള്ള ആ ഇസ്രായേലിയൻ, അവൻ ശിമെയോൻ ഗോത്രത്തിലെ പ്രഭുവായ സാലുവിൻ്റെ മകനായിരുന്നു. ശിമെയോൻ ഗോത്രത്തിലെ ഒരു പ്രഭുവിൻ്റെ മകനാണ് ഈ സിമ്രി എന്ന് പറയുന്നത്. അവനാണ് ഈ മിഥ്യാന്യ സ്ത്രീയെ കൊണ്ട്. ആരാണ് മിഥ്യാന്യ സ്ത്രീ? കൊസ്ബി എന്നാണ് അവളുടെ പേര്. അവൾ ഒരു മിഥ്യാന്യ ഗോത്രത്തിലെ ജനാധിപനായിരുന്ന സൂര്യൻ്റെ മകളായിരുന്നു. അല്ലെങ്കിൽ മിഥ്യാന്യ ഗോത്രത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മിഥ്യാന്യ പ്രഭുവിൻ്റെ മകളെ ശിമെയോൻ ഗോത്രത്തിലെ ഒരു പ്രഭുവിൻ്റെ മകൻ കൊണ്ടുവന്ന് പാളയത്തിൽ ദൈവജനത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒന്നും സംഭവിക്കില്ല.
എന്നാണ് അയാൾ കരുതിയത്. ദൈവത്തിൻ്റെ ശിക്ഷ ഒരു വശത്തൂടെ നടന്നെങ്കിലും വേറെ ശിക്ഷാ നടപടികളൊന്നും അവിടെ നടന്നില്ല. ജനങ്ങളൊക്കെ നിർവികാരന്മാരായിരിക്കുന്നു. നേതാവായിരിക്കുന്ന മോശ കയ്യും കെട്ടി നിൽക്കുന്നു, അഹരോൻ കയ്യും കെട്ടി നിൽക്കുന്നു. ആരും പ്രതികരിക്കാത്ത ഒരു കാലം വന്നപ്പോൾ വളരെ തെറ്റായ ഒരു കീഴ്വഴക്കം കൂടെ അവിടെ ഈ ചെറുപ്പക്കാരൻ നടത്തുകയാണ്. എന്നാൽ 7-ാം വാക്യം വായിക്കുമ്പോൾ അഹരോൻ പുരോഹിതൻ്റെ മകനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയ്ക്കും വരെ കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 20,000 പേർ. പിന്നെ യഹോവ അരുളിച്ചെന്നാൽ, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതൻ്റെ മകനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായ എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തൻ്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. ഇവിടെ ഫിനെഹാസ് ചെയ്ത ഈ കൃത്യത്തെ ദൈവം പറയുന്നത് അവൻ പ്രായശ്ചിത്തം കഴിക്കുകയാണ്. ഇസ്രായേലിലെ മുഴുവൻ ആളുകളും മരിച്ചു പോകാതിരിക്കേണ്ടതിന്, അവരെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കീഴിൽപ്പെട്ട് അവർ നശിക്കാതിരിക്കേണ്ടതിന് ഫിനെഹാസ് ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട്, അവൻ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഇസ്രായേൽ മുഴുവൻ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. ആ വാക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഡു നോട്ട് ബിക്കം പാർട്ട്നേഴ്സ് വിത്ത് ദോസ് ഹു റിജക്റ്റ് ഗോഡ് എന്നാണ്. ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്ന, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുമായി ഒരു തരത്തിലുള്ള ഇണയല്ലാപ്പിണയും പാർട്ട്ണർഷിപ്പും പാടില്ല എന്ന് കർക്കശമായിട്ട് ദൈവം വിലക്കുകയാണ്. എന്നാൽ ഈ നാളുകളിൽ എൻ്റെ പ്രിയ സൗരസ്വരന്മാരെ, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ദൈവജനത്തിൻ്റെ മധ്യേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വേദനാജനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ട് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പാക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ആത്മീക നേതാക്കന്മാരുടെ മേൽ ദൈവം ന്യായവിധി നടപ്പാക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവജനം പരാജയപ്പെട്ടിടത്ത് ആത്മീക നേതാക്കന്മാരെ ദൈവം ശിക്ഷിക്കുന്നില്ല? അതിനൊരു കാരണമേ ഉള്ളൂ. നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ചെയ്തത് ഫിനെഹാസ് അല്ല. നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമുക്കുണ്ടായ വിജയം അത്ഭുതകരമായ വിജയമാണ് എന്ന് മാത്രമല്ല, അവനിന്ന് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുറിയപ്പെട്ട കരങ്ങൾ കാണുമ്പോൾ, അവൻ്റെ മുറിയപ്പെട്ട കാൽപാദങ്ങൾ കാണുമ്പോൾ, അവൻ്റെ കാൽവരിയുടെ വേദന കാണുമ്പോൾ എന്നോടും നിങ്ങളോടും പിതാവായ ദൈവം ക്ഷമിക്കുന്നു എന്നല്ലാതെ മറ്റൊന്ന് എനിക്കും ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിൽ നീങ്ങുകയാണ്. എല്ലാത്തരം ദുഷ്ടതകളും അധർമ്മങ്ങളും പാപങ്ങളും ചെയ്ത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവുമായി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിഭയാനകമായ ദുരന്തത്തിലേക്ക് ലോകം എത്തപ്പെടാൻ പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ നമുക്കിടയാകട്ടെ. രണ്ടാമത് ശിത്തീം നൽകുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് രക്ഷയുടെയും ദൈവിക സമാധാനത്തിൻ്റെയും ഒരു ചിത്രം ഈ ശിത്തീം നമുക്ക് നൽകുകയാണ്. 3-ാം അധ്യായത്തിൽ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ മുമ്പ് വായിച്ചതാണ്. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റു, അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഇതാ യോർദാൻ കടന്ന് യെരിഹോ പട്ടണത്തെ കീഴടക്കി കനാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കനാൻ എന്ന് പറയുന്നത് ദൈവീക സ്വസ്ഥതയുടെ സ്ഥലമാണ്. ശിത്തീം നൽകുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് ദൈവിക സമാധാനത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ആ നീതീകരണത്തിൻ്റെ 7 ഫലങ്ങൾ നിങ്ങൾ ഈ അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഒരു ഫലം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം, അസാധാരണമായൊരു സമാധാനം, അത് 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവിടെ വായിക്കുന്നത് കഷ്ടത.
സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുക. ഓഹോ, ദൈവത്തിന് സ്തോത്രം. കഷ്ടതകൾ ജീവിതത്തിൽ കുമിഞ്ഞുകൂടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മഹാരോഗങ്ങൾ, ദുരന്തങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ഈ കാലഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകുന്നത്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന വലിയൊരു പറ്റം ആളുകൾ ഈ നാളുകളിലുണ്ട്. ഈ കഠിനമായ ചൂടത്ത്, ഈ എരിപൊരിയുന്ന വെയിലത്ത് ജയിലഴിയിൽ കിടക്കുന്ന ആളുകളുണ്ട്. എത്രയോ മാസങ്ങളായി അവർ കിടക്കുകയാണ്. സുവിശേഷം പറഞ്ഞതിന് വേണ്ടി, സഭയെ പരിപാലിച്ചതിന് വേണ്ടി, മറ്റുള്ളവരോട് സത്യം പറഞ്ഞതിന് വേണ്ടി, അധർമ്മത്തിൽ ജീവിക്കുന്നവരെ സത്യത്തിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ ഒക്കെ ഇന്ന് അനേക ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പോലും പല സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളും നമുക്കറിയാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മളാരും പ്രതികാര ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്നില്ല. നമ്മളാരും പ്രതികാരം ചെയ്യണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെയാണ്. ക്രൂശിൽ തൻ്റെ കരങ്ങളിൽ ആണിയടിച്ചവർക്ക് വേണ്ടിയും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ക്രിസ്തീയ ധർമ്മത്തിൻ്റെ പ്രത്യേകത ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും, വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ആ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായി നമ്മളെ മാറ്റുന്ന ആ സമാധാനം എത്ര അത്ഭുതകരമായ സമാധാനമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കഷ്ടത സഹിഷ്ണുത ഉളവാക്കുകയാണ്, സഹിഷ്ണുത സിദ്ധത ഉളവാക്കുകയാണ്, സിദ്ധത പ്രത്യാശ ഉളവാക്കുകയാണ്. അതുകൊണ്ട് കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളാരും പരാജയപ്പെട്ടു പോകത്തില്ല. ആ കഷ്ടതകൾക്കപ്പുറത്ത് അനന്തമായ ദൈവിക സമാധാനത്തിൻ്റെ പന്ഥാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള സമാധാനം. അതുകൊണ്ട് ശുദ്ധി നൽകുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് ദൈവിക സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശുദ്ധിയും നൽകുന്ന മൂന്നാമത്തെ പാഠം ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ്. അത് നമ്മൾ വായിക്കുന്നത് വിജയം വരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ശത്രുവിനോട് യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്ന സ്ഥലം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഞങ്ങൾ അധ്യായം മുഴുവനായി വായിക്കുക. അതിന്ന് രാത്രി മുഴുവനായി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. എന്താണ് അവിടെ സംഭവിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നമ്മൾ വായിക്കുന്നത് മിദ്യാന്യരും അമാലേക്കരും കിഴക്കേ ദേശക്കാരും കടൽപ്പുറത്തെ മണൽ പോലെ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് 4 ചുറ്റും കൂടിയിരുന്നൊരു സമയം. അന്ന് ഗിദെയോന്റെ നേതൃത്വത്തിൽ 30,000 പേര് പാളയത്തിലുള്ള ഈ പടയ്ക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇത്രയും ആളുകളെ കൊണ്ട് പോകണ്ട, ഇവരെ കൊണ്ട് പോയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവർ പറയും ഞങ്ങളാണ് പ്രവർത്തിച്ചത് എന്ന് പറയും. അത് വേണ്ട, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിങ്ങൾ പോകണം. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, ഭയമുള്ളവർ, പേടിയുള്ളവരെല്ലാം തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നുന്നത്, യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളിൽ 20,000 പേര് തിരിച്ചുപോയി. പിന്നീട് ഒരു 10,000 പേര് അവശേഷിച്ചു. അവരിൽ നിന്ന് 300 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു കയ്യിൽ കാഹളവും ഒരു കയ്യിൽ നിങ്ങൾ പന്തവും പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ മിദ്യാന്യ ആ മോവാബ്യ പാളയത്തിൻ്റെ നേരെ നിന്നുകൊണ്ട് നിങ്ങൾ കാഹളമൂതണം. അങ്ങനെ കാഹളമൂതുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗിദെയോനോട് പറഞ്ഞു, നീ പാളയത്തിൽ പോയി ഒരു സന്ദർശനം നടത്തി. അങ്ങനെ ഗിദെയോനും തൻ്റെ ബാല്യക്കാരനും കൂടെ പാളയത്തിൽ രഹസ്യ സന്ദർശനം നടത്തി. ആ രഹസ്യ സന്ദർശനത്തിൽ മിദ്യാന്യരായ 2 പേർ തമ്മിൽ പറഞ്ഞ വാക്ക് ഗിദെയോനെ ധൈര്യപ്പെടുത്തി. ഗിദെയോൻ്റെ കയ്യിൽ ഈ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അതിലൊരാൾ സ്വപ്നം കണ്ട കാര്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 300 പേര് കാഹളമൂതിയപ്പോൾ മിദ്യാന്യ പടയ്ക്കകത്ത് വലിയ ഒരു പാച്ചിലുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് വലിയൊരു ഭീതി ഉണ്ടായി, വലിയൊരു ഭീതി അവരുടെ മേൽ വീണു. നമ്മൾ വായിക്കുന്നത് അങ്ങനെ അന്ന് യഹോവ വാസ്തവത്തിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. നമ്മൾ വായിക്കുന്നത് ഓരോരുത്തൻ താൻ്റെ നിലയിൽ നിന്ന് തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തൻ്റെ വാൾ താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബത്ശിത്ത വരെയും തബ്ബത്തിനരികെ ഉള്ള ആബേൽ മഹോലയുടെ അതിർവരെയും ഓടിപ്പോയി. നിങ്ങൾ താഴോട്ട് വായിക്കുക. അവിടെ ഈ അമാലേക്കരെയും ഈ മോവാബിനെയും പരിപൂർണമായും നശിപ്പിക്കുവാൻ ഗിദെയോനെയും 300 പേരെയും
ദൈവം ഉപയോഗിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇന്നും ലോകത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 6 മാസമായി നടന്നു വരുന്നൊരു യുദ്ധം, ലോകരാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരായി. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ഈ 10-ാം തീയതി കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഇറാൻ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. ഇസ്രായേൽ ചുരുക്കമാണെങ്കിലും അവരെ ഇന്നും ദൈവം സംരക്ഷിക്കുന്നുണ്ട്. ഇന്നും ജീവനുള്ള ദൈവം അവരുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇസ്രായേൽ യുദ്ധത്തിൽ വിജയം വരിക്കുന്ന ഒരു സ്ഥലമായി നമുക്ക് ശിത്തീമിനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും യുദ്ധം ഭരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ശത്രുക്കളുണ്ട്. ഇന്ന് നമ്മളൊരു പക്ഷേ ചിന്തിക്കും, ആരാണ് എൻ്റെ ശത്രു? നമുക്കെന്താണ് ശത്രു? നമുക്ക് 3 പ്രധാനപ്പെട്ട ശത്രുക്കളുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന്, ലോകം നമ്മുടെ ശത്രുവാണ്. ഇന്ന് നമുക്ക് ലോകം ഒരു ശത്രുവായിട്ട് തോന്നാത്തതിന് കാരണം നമ്മൾ ലോകവുമായി കോംപ്രമൈസ് ചെയ്തു പോകുന്നതുകൊണ്ടാണ്. ലോകത്തിൻ്റെ പാപങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ആഡംബരങ്ങളും ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിലും ലയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ലോകം എൻ്റെ ശത്രുവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ദേവദാസൻ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ സഭയിലേക്ക് വന്നത്. പക്ഷേ ലോകം ഇന്ന് സഭയിലേക്ക് ഇറങ്ങി വന്നു. എത്ര സങ്കടകരമായൊരു കാര്യമാണ്. വേർപെട്ടൊരു ജീവിതം നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പാപത്തോട് പോരാടി ജീവിക്കാൻ, ദൈവത്തിന് മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞാൻ ദൈവസഭയിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് ദൈവസഭ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. ശത്രുവായിട്ട് തോന്നില്ല, എന്നാൽ ഈ ലോകം നമ്മുടെ ശത്രുവാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഭയങ്കരമായ പാപപ്രവർത്തികളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ ഒരു ദൈവ പൈതലിനും അവകാശമില്ല. ഈ ലോകത്തോട് പോരാടുവാൻ, വിജയം വരിക്കാൻ കഴിയുന്ന ശക്തി നമ്മളിൽ വ്യാപരിക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവകൃപ. രണ്ടാമത് നമുക്കുള്ളത് നമ്മുടെ ജഡത്തോടുള്ള പോരാട്ടം. നമ്മുടെ ജഡമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരമല്ല. പലപ്പോഴും ജഡമെന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ശരീരമെന്നാണ് വിചാരിക്കുന്നത്. ശരീരമല്ല. പൗലോസ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജഡമനസ്സ്, ജഡത്തിൻ്റെ ചിന്ത, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന, ദൈവത്തിൽ നകറ്റുന്ന, നമ്മുടെ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, എത്രമാത്രം ശക്തമായ ദൈവത്തിൻ്റെ വചനം കേട്ടാലും ഒരു ദുരുപദേശം നമ്മുടെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകുന്ന, പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകുന്ന, പെട്ടെന്ന് സംശയങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കാലമായിട്ടൊന്ന് മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ ഇന്ന് തെറ്റായ ഉപദേശങ്ങൾ പ്രചരിക്കുകയാണ്. യേശുക്രിസ്തുവിനെതിരായി, ദൈവവചനത്തിനെതിരായി, ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി പടച്ചുവിടുന്ന ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഇന്നത്തെ തലമുറകൾക്ക് ദൈവത്തെ വേണ്ട എന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പോരാട്ടമുണ്ടത് നമ്മുടെ ജഡത്തോടാണ്. നമ്മുടെ ജഡത്തോട് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ജഡമാണ്, നമ്മുടെ ജഡ സ്വഭാവമാണ്, ജഡചിന്തകളാണ്. അതിനോട് വിജയം വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത് പിശാച് നമ്മുടെ ശത്രുവാണെന്ന് നമുക്ക് തോന്നുന്നു പോലുമില്ല. നമ്മളാരും പിശാചിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടാക്കുന്നത്, നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് യുദ്ധം? പത്രോസ് പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ള, നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. എവിടെയാണ് ഈ ഗിദെയോനോട് പറഞ്ഞത്? നീ കാഹളമൂതണം, നീ കയ്യിൽ പന്തം പിടിക്കണം, തീയുടെ പന്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന അഗ്നിയിലൂടെ ദൈവവചനമെന്ന കാഹളനാദത്തിലൂടെ ഈ 3 ശക്തികളോട് പോരാടുവാൻ ഈ നാളുകൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളം ലഭിക്കുവാനിടയാകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കണം. 1, നമ്മൾ ദൈവഭയമുള്ളവരായി ജീവിക്കണം. 2, നമ്മൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നവരായി ജീവിക്കണം. 3, നമ്മൾ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ലോകത്തോടും പിശാചിനോടും നമ്മുടെ ജഡത്തോടും പോരാടി വിജയം വരിക്കണം. 4, ഈ ശക്തിയും പഠിപ്പിക്കുന്ന 4-ാമത്തെ പാഠം, ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു സ്ഥലം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അന്നാളിൽ പർവ്വതങ്ങളിൽ പുതുവീഞ്ഞു പൊഴിയും, കുന്നുകൾ പാൽ ഒഴുകും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മടങ്ങി വന്ന് ലോകത്തെ ഭരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശങ്ങൾ നടക്കുന്ന
ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വലിയ ആത്മീക ചിന്തയുണ്ട്. എന്താണ് ആത്മീക ചിന്ത? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ശിത്തീം താഴ്വര എന്ന് പറയുന്നത് മരുഭൂമിയാണ്. ഈ ശിത്തീം, ഈ കതിരമരങ്ങൾ വളരുന്നത് മരുഭൂമിക്കകത്താണ്. ദൈവമാണ് അവയെ വളർത്തുന്നത്. ഈ മരുഭൂമിയിൽ മഴയില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കലും നന്മയുടെ ഒരു ഉറവ് പോലും വരാത്ത ഈ കതിരമര താഴ്വരയിലേക്ക് ഒരു ദിവസം യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു വരും. അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹം എന്താ? പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നടന്നു പോയവരായ നമുക്ക് ഇന്നുണ്ടായ അനുഗ്രഹങ്ങളെല്ലാം യഹോവയുടെ ആലയത്തിൽ നിന്ന് നമ്മുടെ മേൽ ചൊരിയപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഉറവുകളാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീകമായും ഭൗതികമായും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. അതാണ് ശിത്തീം പഠിപ്പിക്കുന്ന 4-ാമത്തെ പാഠം. 5-ാമത്തെ പാഠം എന്ന് പറയുന്നത്, ശിത്തീം നമ്മളെ പഠിപ്പിക്കുന്ന 5-ാമത്തെ പാഠങ്ങൾ നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ളതാണ്. എന്താണ് ഈ കതിരമരങ്ങളുടെ പ്രത്യേകത? ശിത്തീം താഴ്വരയിൽ കതിരമരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ശിത്തീം എന്ന വാക്കിൻ്റെ അർത്ഥം കതിരമര താഴ്വര എന്നാണ്. എന്താണ് ഈ കതിരമരങ്ങളുടെ പ്രത്യേകത? കതിരമരങ്ങൾ മരുഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളാണ്, ഞാനത് പറഞ്ഞു. മാത്രമല്ല ഇത് സ്ട്രോങ് വുഡാണ്, ശക്തിയുള്ള മരമാണ്. മാത്രമല്ല ഇത് ഒരു ഇൻസെക്റ്റും ആക്രമിക്കാത്ത, നശിപ്പിക്കാൻ പറ്റാത്ത ഒരു മരമാണ്. ഈ മരം, ഈ കതിരമരം എന്തിനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി. 1, യഹോവയുടെ നിയമ പെട്ടകം പണിയുവാൻ. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ബെസലേൽ പെട്ടകം കതിരമരം കൊണ്ടുണ്ടാക്കി, അകത്തും പുറത്തും പൊന്നു പൊതിഞ്ഞു. നിയമപെട്ടകം, ദൈവത്തിൻ്റെ നിയമപെട്ടകം, സാക്ഷ്യപെട്ടകം എന്തിനെയാണ് കാണിക്കുന്നത്? പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ സാക്ഷ്യപെട്ടകം കാണിക്കുന്നത്. നമുക്കറിയാം, സാക്ഷ്യപെട്ടകം, നിയമപെട്ടകം ദൈവ സാന്നിധ്യത്തിന് നിഴലായിരുന്നു. നമ്മളത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇനി പഠിക്കാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ നിഴലാണ് ഈ നിയമപെട്ടകം എന്ന് പറയുന്നത്. കതിരമരം കൊണ്ടുണ്ടാക്കപ്പെട്ട നിയമപെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു പോവുകയല്ല, അതിന് തെളിവുള്ളത് കൊണ്ടാണ്. വളരെ വേഗത്തിലത് ഞാനൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിക്കുന്ന സമയത്ത് യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും അവൻ എടുത്തുകൊണ്ട് പോയി. അത് കോരശിൻ്റെ കാലത്ത് അതെല്ലാം തിരിച്ച് ഏൽപ്പിച്ച സമയത്ത്, എണ്ണി ഏൽപ്പിച്ച സമയത്ത് അവിടെ യഹോവയുടെ പെട്ടകം നമ്മൾ കാണുന്നില്ല. യഹോവയുടെ പെട്ടകം നമ്മൾ കാണുന്നില്ല. കതിരമരം കൊണ്ട് പണിത് അകവും പുറവും പൊന്നു പൂശിയ ഈ പെട്ടകം അയാൾ കണ്ടിരുന്നെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അത് എടുത്തുകൊണ്ട് പോയേനെ. എവിടെ പോയി പെട്ടകം? ആരെടുത്തുകൊണ്ട് പോയി? നമുക്ക് വേദപുസ്തകത്തിൽ അതിന് തെളിവുകളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. എന്നാൽ 2 മക്കാബിയരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-8 വാക്യം, അപ്പോക്രിഫ പുസ്തകമാണ്, ദൈവശാസ്ത്രീയ ഗ്രന്ഥമൊന്നുമല്ല. അവിടെ ചരിത്രപരമായി നടന്ന ചില സംഭവങ്ങളാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. 2 മക്കാബിയരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-8 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവ് ഇസ്രായേലിനെ അവർ ശാബത്താചരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ, ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേലിനെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകുമെന്ന് വളരെ ശക്തമായി ഇസ്രായേലിനോട് വചനം പറഞ്ഞയാളാണ് വാസ്തവത്തിൽ യിരെമ്യാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊന്നും ആരും കേട്ടില്ല. അദ്ദേഹത്തെ കാവൽപ്പരം മുറ്റത്ത് അടച്ചിട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ മക്കാബിയുടെ പുസ്തകം പറയുന്നത് യിരെമ്യാവും അദ്ദേഹത്തോടു കൂടെയുള്ള ചില ഭക്തിയുള്ള പുരുഷന്മാരും ഈ യഹോവയുടെ ഈ പെട്ടകമെടുത്ത് മോശയെ ദൈവം അടക്കം ചെയ്ത ആ മലയുടെ അടിയിലുള്ള ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടുവച്ചു. അവർ അത് വെച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ചില ആളുകൾ ഒരു അടയാളം അവിടെ വെക്കാനായിട്ട് ഒരുങ്ങി. ഏതെങ്കിലും കാലത്ത് തിരിച്ചു വന്ന് ഈ പെട്ടകം എടുക്കുമ്പോൾ ഒരു അടയാളം വേണമല്ലോ. പക്ഷേ യിരെമ്യാവ് പറഞ്ഞു, നിങ്ങൾ അടയാളമൊന്നും വെക്കണ്ട, ഈ പെട്ടകം എടുക്കാൻ നമ്മളാരും ഇനി ഇങ്ങോട്ട് വരുന്നില്ല. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യിരെമ്യാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഭാവി കാലത്ത് സംഭവിക്കുന്നൊരു വിഷയം പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ ഞാൻ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ച് പെരുകും. ആ കാലത്ത് യഹോവയുടെ നിയമപെട്ടകമെന്ന് ഇനി നിങ്ങൾ പറയില്ല, അതിനെ ഓർക്കയില്ല, ചെന്ന് കാണില്ല, ഇനി അത് ഉണ്ടാക്കുകയും ഇല്ല.
ഏത് കാലമായത്? ഞാനും നിങ്ങളും എത്തിയിരിക്കുന്ന ഈ കാലഘട്ടം. ദൈവം തൻ്റെ മനസ്സിനൊത്ത ഒരു ഇടയനെ നമുക്ക് നൽകി. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ഇടയൻ, എൻ്റെ വൃദ്ധൻ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു എന്ന നല്ല ഇടയനെ, ശ്രേഷ്ഠ ഇടയനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്നതിനായി സ്തോത്രം ചെയ്യാം. ആ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ കീഴിലാണ് അവൻ്റെ ആട്ടുകൂട്ടം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ആ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, സഭയെ സ്നേഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ വേറെ എത്രയോ എത്രയോ നല്ല ഇടയന്മാരെ നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും, ഇന്ന് ലോകത്തിൽ കാണാൻ സാധിക്കും. ഈ ഇടയന്മാരുടെ കാലത്ത് എന്താണ് അവർ ചെയ്യുന്നത്? അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. ദൈവവചനം പൂർണ്ണമായ വെളിപ്പാടിൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. വചനം പൂർണ്ണമായി നമുക്ക് വെളിപ്പെട്ട് ദൈവദാസന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ന് പൂർണ്ണ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെയാണ് ഇന്ന് സഭയെ മേയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ച് പെരുകും. ലോകം മുഴുവൻ ഇന്ന് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ജനത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വർദ്ധിച്ചു പെരുകും. ആ കാലത്ത് യഹോവയുടെ നിയമപെട്ടകമെന്ന് ഇനി പറയില്ല, അതിനെ ഓർക്കയില്ല, ചെന്ന് കാണില്ല, ഇനി ഉണ്ടാക്കില്ല. ആ യഹോവയുടെ പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അവൻ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. എന്നൊരു കാര്യം പറയാം, ഈ ക്രിസ്തു, നമ്മളോടുകൂടെ വസിക്കുന്ന ക്രിസ്തു, അവൻ മരുഭൂമിയിൽ വളർന്നവനാണ്. 33 വർഷക്കാലം ഈ ലോകത്തിൻ്റെ മരുഭൂമിയുടെ ചൂട് മുഴുവൻ അവൻ ഏറ്റുവാങ്ങിയവനാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ആത്മാവ് നിറഞ്ഞവനായി കർത്താവായ യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. എന്തിനാ? പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ. നമുക്ക് വേണ്ടി പിശാചനോട് പരീക്ഷിച്ച് അവൻ്റെ മേൽ വിജയം ഭരിച്ച കർത്താവ് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയവനാണ്. 2, അവൻ സ്ട്രോങ് വുഡാണ്, അവൻ ശക്തനാണ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ ബലഹീന മരണമായി പലരും ചിത്രീകരിക്കാറുണ്ട്, ദയനീയ മരണമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിലെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിജയാഹ്ലാദത്തിൻ്റെ ഒരു മരണമാണ്. നമ്മുടെ കർത്താവ് ക്രൂശന്മേൽ ജയാളിയായി മാറി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് കീഴടക്കിയ ഒരു വിജയാളിയായിട്ടാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ വുഡിൻ്റെ, ഈ കതിരമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇൻസെക്റ്റ് ഒന്നും ഇതിനെ ആക്രമിക്കത്തില്ല. നമ്മുടെ കർത്താവ് 33 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. പാപം അവൻ്റെ ജീവിതത്തിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. അവൻ പാപരഹിതനായി ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കതിരമരം മുള്ളുകൊണ്ട് നിറയപ്പെട്ട ഒരു വൃക്ഷമാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ എല്ലാത്തരം കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും നമ്മുടെ കർത്താവ് അനുഭവിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മുള്ളുകൾ മുഴുവൻ തറച്ചത് അവൻ്റെ നിർമ്മലമായ ശരീരത്തിലാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ മുള്ളുകൊണ്ട് നിറഞ്ഞ ഈ മരത്തെ മനോഹരമാക്കിയെടുത്ത് പെട്ടകം പണിത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിയുകയാണ്. ഇന്ന് നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുന്നത് മരിച്ചവനായിട്ടല്ല, മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായിട്ട് നമ്മുടെ കർത്താവിനെ കാണുകയാണ്. ഈ കർത്താവ് നമ്മളെ നയിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭയുടെ മണവാളൻ, സഭയുടെ കാന്തൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ. ഈ പുരുഷനെ പോലെ മറ്റൊരു പുരുഷനില്ല. 10,000-ങ്ങളിൽ സുന്ദരനായ ഈ പുരുഷനെ പോലെ മറ്റൊരു പുരുഷനില്ല. ദൈവസഭയെ, കാന്തേ, നിനക്ക് ലോകത്തിൽ ഉയർത്താൻ, നിനക്ക് ലോകത്തിൽ ആരാധിക്കാൻ, നിനക്ക് ലോകത്തിൽ ഉച്ചസ്വരം ഘോഷിക്കാൻ ഒരു പുരുഷനെ നൽകി, യോഗ്യനായൊരു പുരുഷൻ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഈ പുരുഷൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഈ സഭയ്ക്കുണ്ടായ വ്യത്യാസം എന്താ? അവളെക്കുറിച്ച് പറയുക, നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ. പാപപങ്കിലുമായ ലോകത്ത് ജഡത്തിൽ ജീവിക്കുന്ന നമ്മളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാനാണ് ദൈവദാസന്മാർ ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസിൻ്റെ ആഗ്രഹം, നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപത്തിൻ്റെ മുള്ളുകൾ കൊണ്ട് വരഞ്ഞു കീറിയ ഈ ജീവിതത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്, അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്, സ്വർഗീയ നന്മകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കതിരമരം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മരമാണ്. അത് നിയമപെട്ടകം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. രണ്ടാമത് നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 21-24 വാക്യം വായിക്കുമ്പോൾ, സമാഗമന കൂടാരത്തിൻ്റെ പണിക്കായി
എല്ലാ ഉപകരണങ്ങളുടെയും പണിക്കായി കതിരമരം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്കാണ്. അവിടെ വായിക്കുന്നത്, സമാഗമന കൂടാരത്തിൻ്റെ പണിക്കായി ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവർ ശുശ്രൂഷയിലെ എല്ലാ പണികൾക്കും കതിരമരം കൊണ്ടുവന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ആരെയും നിർബന്ധിച്ചില്ല, ആരുടെ അടുത്ത് ആപ്ലിക്കേഷനും കൊണ്ടുപോയില്ല, ആരുടെ അടുത്ത് പരാതി പറഞ്ഞ് ചെന്നില്ല. യഹോവയുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി കതിരമരം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ, കതിരമരം അത്ര സുലഭമായി ലഭിക്കുന്ന ഒന്നല്ല, മരുഭൂമിയിൽ വളരുന്ന മരമാ, അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ, വളരെ വില കൊടുത്താലേ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ സ്വന്തമായിട്ടില്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരണം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതൊന്നിനെയാണ് അവർ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നത് ആരുടെയും നിർബന്ധത്തിന് വഴി കൊണ്ടുവന്നതല്ല, കമാൻഡിൻ്റെ പേര് കൊണ്ടുവന്നതല്ല, നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇടിയിച്ചതല്ല. നമ്മൾ വായിക്കുന്നത് ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദാസീനതയോടെ ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ പരാതി കേട്ട്, സഹതാപം കേട്ട് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളമേ നിങ്ങൾ കുടിക്കാൻ കൊടുത്തുള്ളെങ്കിലും അത് കർത്താവിനാണെന്ന് വിചാരിച്ച് കൊടുത്ത് വേണം നിങ്ങൾ കൊടുക്കാൻ. ഉപദേശിമാരുടെ ദയനീയാവസ്ഥ കണ്ട് അവരോട് സഹതാപം തോന്നിയല്ല കൊടുക്കേണ്ടത്, അവരുടെ പരാതി പ്രളയം കൊണ്ടല്ല കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി, ദൈവീക പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അവിടെ വായിക്കുന്ന ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും. ഇന്ന് രാത്രി അത് നമുക്കുണ്ടാകുവാനിടയാകട്ടെ. ഈ കതിരമരം കൊണ്ട് രണ്ടാമത് സമാഗമന കൂടാരത്തെ പണിതു. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് കാഴ്ചയപ്പത്തിൻ്റെ മേശ ഈ കതിരമരം കൊണ്ട് പണിതു. പുറപ്പാട് ദിവസം 25:23-30 വരെയുള്ള വാക്യം. 4 താമ്രയാഗപീഠം ഈ കതിരമരം കൊണ്ട് പണിതു. വളരെയധികം ആത്മീക അർത്ഥങ്ങൾ എനിക്കതിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സമയമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു ദൈവദാസൻ എഴുതിയ കമൻട്രിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവനെ ക്രൂശിച്ച കാൽവറിയിലെ ക്രൂശ് മരം കതിരമരം കൊണ്ട് പണിതതാണ് എന്ന് തെളിവുകൾ നിരത്തി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം, ഈ ക്രൂശിൽ ആളുകളെ ക്രൂശിച്ചിടുമ്പോൾ ചില ദിവസങ്ങളോളം അത് ക്രൂശിൽ കിടക്കാൻ സാധ്യതയുണ്ട്. വലിയ ഭാരമുള്ള ഒരു ശരീരം തൂങ്ങി ആടുമ്പോൾ, പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് ക്രൂശിന്മേൽ നിൽക്കണമെങ്കിൽ വളരെ ശക്തിയുള്ള ഒരു മരം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പൊതുവെ പറയുന്നത് കതിരമരം കൊണ്ട് തന്നെയാണ് പലപ്പോഴും ക്രൂശുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ശരിയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ശക്തിയും താഴ്വരകളും ഈ കതിരമരങ്ങളും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീക പാഠം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളെയുമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ 1 ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. 2 ദൈവ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. 3 നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിജയം വരിക്കുന്നവരായി മാറണം. ലോകത്തിന്മേൽ, ജഡത്തിന്മേൽ, പിശാചിൻ്റെ മേൽ വിജയം വരിക്കുന്നവരായി മാറണം. 4 ദൈവത്തിൻ്റെ അനുഗ്രഹം, സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക അനുഗ്രഹിക്കുന്നവരായി മാറണം. മാത്രമല്ല ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെടുന്നവരായി നമ്മൾ മാറണം. ഇന്ന് രാത്രി അതിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ ജീവിതത്തെ അതിനായി നമുക്ക് ക്രമീകരിക്കാം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് അനുഭവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും